ഞാൻ ഡോക്ടർ സീതാലക്ഷ്മി, ലൂർദ് ഹോസ്പിറ്റൽ ബിഹേവിയറൽ സയൻസ് യൂണിറ്റിൻ്റെ ചൈൽഡ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ചൈൽഡ് സൈക്കാട്രി എന്ന് പറയുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യം നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പല കാരണം കൊണ്ട് പാരൻസ് കുട്ടികളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പല കാരണം കൊണ്ട് കുട്ടികളുടെ സ്വഭാവത്തിൽ ചില ബിഹേവിയർ പ്രോബ്ലംസ്, പഠിക്കാനുള്ള ചില പ്രോബ്ലംസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസും പല കാരണം കൊണ്ട് കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ചൈൽഡ് സൈക്കാട്രി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രോബ്ലംസ് ആയതുകൊണ്ട് എല്ലാ ഏരിയാസ് നോക്കേണ്ടി വരും. പല ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് വളരുന്ന രീതി ശരിയാണോ ഇല്ലയോ, ഫാമിലി പ്രോബ്ലംസ്, ഫാമിലി ഇഷ്യൂസ്, സ്റ്റഡി പ്രോബ്ലംസ്, പിന്നെ കൊച്ചിൻ്റെ ഇൻ്റലിജൻസ് എത്രയുണ്ട് എന്ന്, അതൊക്കെ പല ഏരിയാസിൽ അസസ്മെൻറ്റ് വേണ്ടി വരും. സോ പല ആക്സസ് ഡയഗ്നോസിസ് ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ആക്സസ് 1 എന്ന് പറയുന്നത് കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായിട്ട് അസുഖം ഉണ്ടോ ഇല്ലയോ. ഒന്ന് കോണ്ടക്ട് ഡിസോർഡേഴ്സ്, ഒപ്പോസിഷണൽ ഡിസോർഡേഴ്സ്. ഇതിൻ്റെ യൂഷ്വലി ഒരു എതിർപ്പുള്ള സ്വഭാവം, ഡിസൊബീഡിയൻസ് പറഞ്ഞ അനുസരണക്കുറവ്, പിന്നെ ദേഷ്യം, വയലൻസ്, പല കാരണം കൊണ്ട് പിന്നെ ചിലപ്പോൾ നുണ പറയും, അങ്ങനത്തെ ചില സ്വഭാവം പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഡിപ്രഷൻ, ടെൻഷൻ, ഒരു പേടി, ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാൻ, പിന്നെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു സ്റ്റഡീസ് ബാധിക്കും, പഠിത്തം ശരിയാവില്ല. പിന്നെ ഓട്ടിസം എന്ന് പറയുന്നതൊരു വളരുന്ന പ്രായത്തിൽ വരുന്ന ഒരു അസുഖമാണത്. സോ അതിൻ്റെ ചില കുട്ടികൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ കാര്യം മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ചില ഇഷ്യൂസ് ഉണ്ടാവും. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ വളരുന്ന ഒരു പ്രായത്തിൻ്റെ, ഇതിപ്പോൾ 0 to 18 വരെയാണ് ചൈൽഡ് സൈക്കാട്രിയിൽ നോക്കുന്നത്. 0 to 18 ഇയേഴ്സിൽ ഇതിപ്പോൾ ആദ്യത്തെ ഒരു വയസ്സ് ഇൻഫൻസീനെ പറയുന്നത്. ഇൻഫൻസീൻ പറയുന്ന ഒരു മോട്ടർ ഡെവലപ്മെൻറ്റ്, കുട്ടി ഇരിക്കാനുള്ള, നടക്കാനുള്ളത്, അങ്ങനത്തെ മോട്ടർ ഡെവലപ്മെൻറ്റാണ്. അതിന് കൊച്ചിന് വലിയ ഹെൽപ്പ് വേണ്ട, തന്നെ പഠിക്കുന്ന ചില ഇഷ്യൂസാണ്. പിന്നെയാണ് വർത്തമാനം പറയാൻ തുടങ്ങുമ്പോഴാണ് കുറേയൊക്കെ ഒരു സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം. ആദ്യത്തെ ഒരു വയസ്സ് വരെ മോട്ടർ ഡെവലപ്മെൻറ്റാണ് കൂടുതൽ പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ വർത്തമാനം പറയാൻ തുടങ്ങുമ്പോൾ ഒരു പാരൻസിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ ഒരു സ്റ്റിമുലേറ്റഡ് ആയിട്ട് സിംഗിൾ വേർഡ്സും ഒരു സെൻറ്റൻസായിട്ട് സംസാരിക്കുന്നതൊന്നു പാരൻസിൻ്റെ സൈഡിൽ നിന്ന് എൻകറേജ്മെൻറ്റ് വേണം. അത് കഴിഞ്ഞിട്ടുള്ള പ്രീ സ്കൂൾ, പല കുട്ടികൾ ഈ നഴ്സറീസിൽ പോയി കഴിഞ്ഞിട്ട് നല്ലപോലെ വർത്തമാനം പറയാൻ പഠിക്കും, കളിക്കാൻ പഠിക്കും. പിന്നെ സിംഗിൾ ഫാമിലീസ് ആകുമ്പോൾ സിംഗിൾ ഫാമിലീസ് ആകുമ്പോൾ കുട്ടികൾക്കൊന്നും അവരുടെ പ്രായമുള്ള കൂട്ട് കിട്ടില്ല. അഡൽട്ട്സായിട്ടാണുള്ള ഒരു വർത്തമാനം പറയാനും കളിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നത്. സോ പ്രീ സ്കൂളിൽ വിടുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ഏജിൽ വരുന്ന ചില ഇഷ്യൂസുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എഴുതാനും പഠിപ്പിക്കാനും വളരെ നേരത്താണ് തുടങ്ങുന്നത്. സത്യത്തിൽ അവർ 3 years 4 yearsലെ ഒരു ഫിസിക്കലി മെൻ്റലി റെഡിയല്ല എഴുതാനും പഠിക്കാനും. പക്ഷെ പാരൻസിൻ്റെ ഭയങ്കര ഒരു ഫോഴ്സാണ്, നിർബന്ധമാണ്. സോ
കൊച്ചുകുട്ടികളൊരു ഒരു പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ ആക്ച്വലി ഒരു 5 ഇയേഴ്സ് 6 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്കൊരു പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി എബിലിറ്റി വരുന്നത്, ഒരു താല്പര്യം വരുന്നത്. പിന്നെ ഒരു 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സാകുമ്പോൾ ചില കുട്ടികൾക്ക് എഴുതാനുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്സും ആൽഫബറ്റ് ശരിക്കും പഠിക്കാനുള്ളതൊന്നും കിട്ടാതെ വരുമ്പോഴാണ് ചില പാരൻസ് വരീഡാവും. ആ സ്റ്റേജിലാണ് നമുക്കൊന്ന് ലേണിംഗ് ഡിസോർഡർ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കാനുണ്ട്. കാരണം ഈ ചില സിലബസ് ഉണ്ട്, അതൊരു ഗ്രേഡഡ് ആയിട്ടുള്ള സിലബസ്, അതനുസരിച്ച് കുട്ടികൾ പഠിച്ചിട്ട് പോകണം. ചില കുട്ടികൾക്കത് ബുദ്ധിമുട്ടാണ്, ചെറുതായിട്ടൊരു ബാക്ക്വേർഡ്നെസ് ഉണ്ടാവും. ക്ലിനിക്കിന് വരുന്ന 40-50% കുട്ടികൾ പഠിക്കാനുള്ള പ്രോബ്ലംസ്, ലേണിംഗ് ഡിസോർഡേഴ്സ് കാരണമാണ് വരുന്നത്. ഈ പ്രൈമറി സെക്ഷനിലെ ഒരു കുറേ കാര്യങ്ങൾ ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കാനുള്ള കപ്പാസിറ്റി, കഴിവ് ഒരു 10 വയസ്സ് വരെ അത് കിട്ടണം. അതാണ് ബേസിക്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ 5ാം ക്ലാസ് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ അപ്പോഴാണ് ഈ ലേണിംഗ് ഡിസോർഡറിലേക്കാണ് കുട്ടികൾ പോണത്. ആ ടൈമിലാണ് പല അസസ്മെൻറ്റ് നടത്തേണ്ടി വരും. പ്രായം അനുസരിച്ച് ബുദ്ധി വളർന്നിട്ടുണ്ടോ ഇല്ലയോ, ബുദ്ധി കുറവ് കാരണം ചില കുട്ടികൾക്ക് പിക്കപ്പ് കിട്ടുന്നില്ല, ചില കുട്ടികൾക്ക് ശരിക്കുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റാത്ത കാരണം പഠിത്തം ബാധിക്കും. സോ അതൊന്ന് ശരിക്കും നമുക്കതൊന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഒരു ലേണിംഗ് ഡിസോർഡറിൻ്റെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടെ റെമീഡിയൽ എഡ്യൂക്കേഷൻ പല കുട്ടികൾക്കൊന്നും റെമീഡിയൽ എഡ്യൂക്കേഷൻ ടീച്ചറുണ്ട്. ടീച്ചർ ഈ കുട്ടികൾക്കൊരു ശരിക്കുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നൊരു പ്രശ്നം വരുന്നത്, ഇതിപ്പോൾ ഓൾ പ്രൊമോഷൻ സിസ്റ്റം കാരണം കുട്ടികൾ പഠിക്കുന്നില്ല, ടീച്ചേഴ്സ് ചിലപ്പോൾ ശരിക്കും പഠിപ്പിക്കുന്നില്ല, പിന്നെ പാരൻസും ശ്രദ്ധിക്കാറില്ല. സോ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആവുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും അക്ഷരം അറിയാതെ വരുന്നുണ്ട്. സോ ഈ ഓൾ പ്രൊമോഷൻ സിസ്റ്റം കുട്ടികളിനെ ബാധിക്കുന്നുണ്ട് ശരിക്കും. അതായിരിക്കും ഒരു കാരണം. ഈ ഓൾമോസ്റ്റ് 50% കുട്ടികൾ ക്ലിനിക്ക് വരുന്ന കുട്ടികൾ ലേണിംഗ് ഡിസോർഡറായിട്ട് പ്രോബ്ലംസ് ആയിട്ട് വരുന്നുണ്ട്. ലേണിംഗ് ഡിസോർഡേഴ്സിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ സ്പെല്ലിംഗ് പ്രശ്നം, റീഡിങ് പ്രോബ്ലംസും സെൻറ്റൻസ് ഫോർമേഷനും. പല കുട്ടികൾക്ക് വായിക്കുന്നത് എന്താണ് വായിച്ചതും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ചില സിറ്റുവേഷൻ, ലാംഗ്വേജ് ഡിഫിക്കൽട്ടീസ് വരും. പിന്നെ മാത്സ് ഡിഫിക്കൽട്ടി വരുന്നത് ഈ നമ്പേഴ്സ് എഴുതുമ്പോൾ തെറ്റിപ്പോവും. പിന്നെ പ്ലസ് മൈനസ് കൺഫ്യൂഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൻ്റെ കൺഫ്യൂഷൻ. സോ ഒരു ബേസിക്സ് ഒന്നും അഫക്റ്റായി വരുന്നുണ്ട് ലേണിംഗ് പ്രോബ്ലംസിൽ. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടം ചാട്ടം കൂടുതൽ ഒരു സ്ഥലത്തിരിക്കില്ല. അതൊരു മൈൽഡ് ആയിട്ട് ആകാം, അല്ലെങ്കിൽ സിവിയറായിട്ടാകാം. സിവിയർ ആകുമ്പോൾ ശരിക്കും കുട്ടികൾ വളരെ ബോൾഡാണ്. പിന്നെ വളരെ ഹൈറ്റായിട്ടുള്ള പൊസിഷനിൽ നിന്ന് ചാടും. അങ്ങനത്തെ ഒരു ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികൾ കാണും. പിന്നെ ഇന്നൊരു പ്രോബ്ലം കാണുന്നത് ചിന്തിക്കുന്നതിന് മുമ്പ് ആക്ഷൻ വന്നു പോവും. അതാണ് ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ.
മൈൽഡായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊന്ന് സിമ്പിൾ എക്സസൈസ് കൊടുക്കുമ്പോൾ അത് മതിയാവും. ഇച്ചിരി മോഡറേറ്റ് ടു സിവിയർ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പ്രത്യേക ചില മെഡിസിൻസ് ഉണ്ട്. ആ മെഡിസിൻ കൊടുക്കുമ്പോൾ അതൊന്ന് ശരിയാവും. എല്ലാ കുട്ടികളും ചികിത്സിക്കണമെന്നില്ല. പ്രത്യേകിച്ച് പഠിത്തം ബാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്വഭാവം പ്രശ്നങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ്. കുട്ടികളുടെ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ക്ലിനിക്കലി അസസ് ചെയ്യുമ്പോൾ പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് ഹിസ്റ്ററി ഒക്കെ എടുക്കുമ്പോൾ കുട്ടിയുടെ നമുക്കൊരു വേഗ് ഐഡിയ ഉണ്ടാവും ഇൻ്റലിജൻ്റ് ആണോ ഇല്ലയോ എന്ന്. ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതൊന്ന് ചെറിയ പ്രായം മുതൽ അത് ഡെവലപ്പായി വരുന്നതാണ്. കൂടുതൽ എൻകറേജ്മെൻറ്റ് സ്റ്റിമുലേഷൻ ഒന്ന് ശരിക്കുള്ള ഒരു സ്റ്റഡീസൊക്കെ ഉണ്ടെങ്കിൽ ഇൻ്റലിജൻസ് തീർച്ചയായിട്ട് വർദ്ധിക്കും. ഇങ്ങനത്തെ ഒരു സ്റ്റിമുലേഷൻ ഒന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് ജന്മനാളൊരു ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ ഉള്ള ഇൻ്റലിജൻസ് നഷ്ടപ്പെടും. സോ പല പ്രാവശ്യം ഒരു സ്റ്റിമുലേഷൻ ഇല്ലാത്ത കാരണം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ശരിക്കും ഡെവലപ്പ് വരാൻ പറ്റുന്നില്ല. പിന്നെ അവരുടെ ഒരു പേഴ്സണാലിറ്റി സ്വഭാവം അത് ശരിക്കും ശരിയായിട്ട് വളരില്ല. സോ ഇൻ്റലിജൻസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ആസ്പെക്റ്റാണ്. പിന്നെ ചില കുട്ടികൾക്ക് ഇൻ്റലിജൻസ് കുറവുണ്ടാവും. ഇത് ഇൻ്റലിജൻസ് സൈക്കോളജിസ്റ്റ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ഒക്കെ നോക്കിയിട്ട് ഒരു ആവറേജ് ഇൻ്റലിജൻസ് എങ്കിലും വേണം ശരിക്കും പഠിത്തം മുമ്പോട്ട് പോകാൻ. ഇൻ്റലിജൻസ് കുറവുണ്ടെങ്കിൽ കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ ആക്കേണ്ടി വരും. ആ ഇൻ്റലിജൻസ് അനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം. ചില കുട്ടികൾക്ക് കൂടുതൽ ഇൻ്റലിജൻസ് ഉണ്ടാവും. സോ കൂടുതൽ ഇൻ്റലിജൻസ് ഉള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും സ്റ്റിമുലേഷൻ കൂടുതൽ വേണം. അത് കൂടുതലായിട്ട് പാരൻസ് അത് ശ്രദ്ധിക്കേണ്ടി വരും. ടീച്ചേഴ്സ് ഓൾസോ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ചൈൽഡ് സൈക്കാട്രി കണ്ടീഷൻസിൽ അസസ്മെൻറ്റ് നോക്കുന്ന ഈ മെഡിക്കൽ കണ്ടീഷൻസ് തീർച്ചയായിട്ടും റൂൾ ഔട്ട് ചെയ്യാനുണ്ട്. ചിലപ്പോൾ തൈറോയിഡ് പ്രശ്നങ്ങൾ കാണും. പിന്നെ എപ്പിലെപ്സി വളരെ കോമൺ ആണ്. ഈ അപസ്മാര രോഗം വളരെ കോമൺ ആണ്. സോ മെഡിക്കൽ കണ്ടീഷൻസും നമുക്കൊന്ന് അസസ് ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ഫാമിലി ഇഷ്യൂസാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ഫാമിലി ഒരു കുടുംബപരമായിട്ടൊരു പല കോൺട്രിബ്യൂഷൻസ് വരും കുട്ടികളുടെ മാനസിക പ്രോബ്ലംസ് വരുന്നത്. ആദ്യം തന്നെ പാരൻസ്, ചില പാരൻസ്ക്കൊരു മാനസിക അസുഖം ഉണ്ടാവും. പിന്നെ ആൽക്കഹോൾ പ്രോബ്ലം, കുടിക്കുന്ന ഇതും ഡ്രഗ് പ്രോബ്ലം, അങ്ങനെ പല കാരണം കൊണ്ട് ഫാമിലിയിലെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്കതൊരു തീർച്ചയായിട്ടും ബാധിക്കും. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഏരിയ നമുക്ക് നോക്കേണ്ടി വരും. പാരൻസിൻ്റെ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ചില സിവിയർ പ്രോബ്ലംസ്, ഫോർ എക്സാമ്പിൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഡൈവോഴ്സ്, അല്ലെങ്കിൽ പാരൻസ് ഫുൾ ടൈം ചിലപ്പോൾ ഒരു ക്വാറൽസ് ആയിരിക്കും, വഴക്ക് ഇട്ടുകൊണ്ടിരിക്കും. അതൊക്കെ കുട്ടികൾ തീർച്ചയായിട്ടും ബാധിക്കും. സോ ഈ കുട്ടികളുടെ ഇഷ്യൂ ഏറ്റെടുത്താലും നമുക്ക് ചിലപ്പോൾ പാരൻസിൻ്റെ ഇഷ്യൂസിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഫാമിലിയിലെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതിപ്പോൾ ബ്രദർ സിസ്റ്റർ
ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ചെറുതായിട്ടൊരു ഫൈറ്റിങ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ അത് സിവിയറായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു വൈരാഗ്യ രീതിയിൽ ഒരു പ്രതികാരം അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അത് തീർച്ചയായിട്ടും പാരൻസ് അത് നോട്ട് ചെയ്യണം, അതൊന്ന് ട്രീറ്റ്മെൻറ്റിലേക്ക് വരണം. പല പ്രാവശ്യം ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു കൗൺസിലിംഗ് കൊണ്ട് ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കേണ്ട ഇഷ്യൂസേ ഉള്ളൂ. ചില സ്കൂളിലുള്ള ചില പ്രോബ്ലംസ് കൊണ്ട് കുട്ടികൾ വരാറുണ്ട്. ചില ടീച്ചർ പ്രോബ്ലംസ്, ചില ടീച്ചേഴ്സ് വളരെ സ്ട്രിക്റ്റാണ്. അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ വയറുവേദന, കാൽവേദന, തലവേദന അങ്ങനത്തെ ചില ഇഷ്യൂസ് വരും. സോ ശരിക്കും അത് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കണം. ടീച്ചേഴ്സ് പ്രോബ്ലംസ് മാത്രമല്ല, ചില കുട്ടികൾ ക്ലാസ്സിലൊക്കെ ഭയങ്കര ഫൈറ്റിംഗ് ഉണ്ടാവും, ചില ഗ്യാങ്സ് ഉണ്ടാവും. ഒരു ഗ്യാങ് അടുത്ത ഗ്യാങ് അറ്റാക്ക് ചെയ്യുന്ന ചില ഇഷ്യൂസ് ഉണ്ടാവും. ഗ്യാങ്ങായിട്ട് ചില മോഷണം ഉണ്ടാവും. അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട്. പിന്നെ സ്കൂളിൽ ശരിക്കും നമ്മുടെ സ്വഭാവം നന്നായി വരുന്ന ഒരു ഏരിയ ആണത്. സോ നല്ല ഫ്രണ്ട്സ്, നല്ല ടീച്ചേഴ്സ്, നല്ല സ്കൂള്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്, അന്തരീക്ഷം, ഇപ്പോൾ ചില കുട്ടികൾ കളിക്കാൻ പോവും, പുറത്തേക്ക് ഗ്രൗണ്ടിൽ പോവും. കുട്ടികളുടെ കളിക്കുന്ന സ്ഥലത്ത് കൂട്ടെങ്ങനെ ഉണ്ടോ എന്നത് അത്യാവശ്യമായിട്ട് പേരൻസ് അന്വേഷിക്കണം. ചില ഡ്രഗ് അബ്യൂസ് കാണാറുണ്ട് പ്ലേ ഗ്രൗണ്ട്സിൽ. ചില വലിയ കുട്ടികളായിട്ട് കൂടാൻ ചാൻസൊക്കെ കിട്ടും. പിന്നെ കുറേയൊക്കെ സെക്ഷൽ മിസ്ബിഹേവിയേഴ്സ് കാണാറുണ്ട്, ചൈൽഡ് അബ്യൂസ് കാണാറുണ്ട്. ചില കുട്ടികൾ സൈക്കിളെടുത്തിട്ട് കുറേ ദൂരെ പോവും, പാരൻസിനെ അറിയില്ല എവിടെയായി കൊച്ചു പോണത്. സോ അങ്ങനത്തെ ചൈൽഡ് അബ്യൂസ് ഇഷ്യൂസ് കുറേ കാണാറുണ്ട് എൻവയൺമെൻറ്റിൽ. കുട്ടികളുടെ ഒരു ചൈൽഡ് സൈക്കാട്രി അസസ്മെൻറ്റിൽ വരുന്നത് ഒരു ടോട്ടൽ അസസ്മെൻറ്റാണിത്. ഈ ടോട്ടൽ അസസ്മെൻറ്റിൽ വരുന്നത് കുട്ടികളുടെ ഫാമിലി ഇഷ്യൂസ്, ഫ്രണ്ട്ഷിപ്പുള്ള ഇഷ്യൂസ്. ഇപ്പോൾ പുതിയ പ്രോബ്ലം കാണുന്നത് ഈ മൊബൈൽ യൂസ്, കമ്പ്യൂട്ടർ യൂസ്. ടി വി കാണൽ ആദ്യമായിരുന്നു, പക്ഷെ ഇപ്പോൾ കൂടുതൽ കാണുന്നത് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ. മൊബൈൽ ഇഷ്യൂസ് വരുന്നത് കുട്ടികൾ വളരെ ചീത്ത സ്വഭാവം പഠിച്ചു വരുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ മൊബൈൽ കാരണം. നുണ പറയാതെ മൊബൈൽ എടുത്തുകൊണ്ട് പോവുക, എടുക്കരുത്, കാണണ്ടാന്ന് പറഞ്ഞാലും എടുത്തുകൊണ്ട് പോവും. സോ ഇങ്ങനത്തെ പണ്ടില്ലാത്ത സ്വഭാവങ്ങൾ, സൂത്രങ്ങൾ കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട് ബിക്കോസ് ഓഫ് മൊബൈൽ. പിന്നെ മൊബൈൽ അഡിക്ഷൻ, കമ്പ്യൂട്ടർ അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ, അതൊന്നും ഒരു പുതിയ ഇഷ്യൂസാണ് നമുക്ക് ഈ ചൈൽഡ് സൈക്കാട്രിയിൽ വരുന്നത്. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇതിപ്പോൾ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര അരിശം, ദേഷ്യം. അത് കിട്ടിയില്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സൂത്രത്തിൽ അത് എടുത്തോണ്ട് പോവും. അങ്ങനത്തെ ചില ഇല്ലാത്ത സ്വഭാവങ്ങൾ കുറേ പഠിച്ചു വരുന്നുണ്ട്. പിന്നെ ഈ സെക്ഷൽ ബിഹേവിയേഴ്സും സെക്ഷൽ ഹാബിറ്റ്സ് സിവിയറായിട്ട് വരുന്നുണ്ട്. 10 കൊല്ലം മുമ്പ് ചൈൽഡ് അബ്യൂസിൻ്റെ കേസ് 1-2 കാണുമായിരുന്നു. ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പാരൻസാണ് കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. ആബ്സല്യൂട്ട് റെസ്പോൺസിബിലിറ്റി പാരൻസിൻ്റെ ആണ്. പാരൻസ് ചില റൂൾസ് വേണം, നിയമം വേണം. വീട്ടിലുള്ള നിയമങ്ങളൊക്കെ പാരൻസാണ് സെറ്റ് ചെയ്യുന്നത്. ആ നിയമം അനുസരിച്ച് പാരൻസ്
സ്ട്രിക്റ്റായിട്ട് പോകണം. പിന്നെ പല ടൈപ്പ് ഓഫ് പാരൻസ് ഉണ്ട്. ചില സ്ട്രിക്റ്റാണ്, ചില വിട്ടുകൊടുക്കം കൂടുതൽ. സോ പാരൻസിൽ ഇങ്ങനെ അഭിപ്രായം വ്യത്യാസം വരാൻ പാടില്ല. പാരൻസ് പറയുന്നത് ഒന്നായിട്ട് നിന്നാലേ ഈ റൂൾസ് നമുക്കൊന്ന് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റും. സോ ഈ അഡ്വൈസ് ഉണ്ട്. പാരൻസ് റൂൾസ് ഉണ്ടാക്കണം, പാരൻസ് ആ റൂൾസ് ഫോളോ ചെയ്യണം, റൂൾ ഫോളോ ചെയ്യിപ്പിക്കണം.